ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചൂര തലക്കറി വയ്ക്കാവേ. നല്ലൊരു ചൂര വാങ്ങിയിട്ടുണ്ട്. സാമാന്യം നല്ല വലിപ്പമുള്ളൊരു ചൂരയായിരുന്നേ. അപ്പോൾ നമുക്കതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ തലയും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു നല്ല കുടംപുളിയും വാളംപുളിയും 2 പുളിയും കൂടെ ചേർത്തിട്ട് നല്ല എരിവോടുകൂടി ഒരു തലക്കറി ഇന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചൂര തലയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കഷ്ണങ്ങളും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയൊക്കെ വഴറ്റി വയ്ക്കാം. പാത്രം ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉലുവ ഇട്ടു. കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ഉള്ളി എടുത്തത്. തലയൊക്കെ നല്ലപോലെ വേഗമുണ്ട്. നല്ലപോലെ മൂത്ത് വരട്ടെ. സവാള 2 എടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി വരുമ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടു കൊടുക്കും. തീ സിമ്മാക്കിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ടു. മീൻ കൂടുതലുള്ളതുകൊണ്ട് ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. സിമ്മാക്കണം. 4 സ്പൂൺ മുളക് പൊടി ഇടാം. എരിവ് വേണമല്ല. കുരുമുളക് പൊടി ഇടണം. എരിവ് കുറവ് തോന്നിയാൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. തലയിലൊക്കെ എരിവ് നല്ലപോലെ പിടിക്കണം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് പുളി 2 പുളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ചതിന് ശേഷം മീനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തക്കാളിയും കൂടെ ഇടുന്നത്. ഇതിൻ്റെ കൂടെ തക്കാളി ഇടുന്നില്ല. കുറച്ച് പുളിയിലാണ് ഒഴിക്കുന്നത്. കുറച്ച് വേളംപുളിയും കുറച്ച് 2-3 അല്ലി മറ്റേ നമ്മുടെ കുടംപുളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പുളി ഒഴിച്ചു കൊടുത്തു. മീൻ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുടംപുളി ഇടുന്നുണ്ട്. 4 പീസ് ഇടണമുണ്ട്. പുളി നോക്കിയതിന് ശേഷം നമുക്ക്
വേണമെങ്കിൽ ചേർക്കാം. പിന്നെ മീൻ തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ നല്ലപോലെ അരപ്പ് തിളച്ചു. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മുടെ തല ഇട്ട് കൊടുക്കാം. തല വെച്ചു കൊടുക്കാം. തല വെച്ചു തിളയ്ക്കുമ്പോൾ നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ബാക്കി പീസുകളും കൂടെ ഇട്ട് കൊടുക്കാം. തീ സിമ്മാക്കണം, അല്ലെങ്കിൽ അടിയിൽ തിളച്ചിട്ട് സിമ്മാക്കിയാൽ മതി. ഇളക്കി കൊടുക്കാം. തല ഒരു സൈഡ് ഇരിക്കുന്നുണ്ട്. തല വെന്തതിന് ശേഷം നമുക്കൊരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. തക്കാളി ഇട്ട് കൊടുക്കാമേ. 2 തക്കാളി പഴുത്തതും 1 പച്ച തക്കാളിയും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളേ. പച്ച തക്കാളി വേണമെന്നില്ല, എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ ഇടുന്നുണ്ട്. അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. പകുതി വെന്തിട്ട് തലയൊന്ന് തിരിച്ചു വിട്ട് കൊടുക്കാം. ചൂടത്തലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ ചൂര തലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ. പിന്നെ എന്താ പറയുന്നില്ല, അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നതിലേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ടാറ്റാ.